ഗുസ്തി താരം സുശീൽ കുമാറിന് തിരിച്ചടി. കൊലപാതക കേസിൽ ഹൈക്കോടതി നൽകിയ ജാമ്യം സുപ്രീംകോടതി റദ്ദാക്കി. ഒരാഴ്ചയ്ക്കുള്ളിൽ കീഴടങ്ങാനാണ് സുപ്രീംകോടതിയുടെ നിർദ്ദേശം. ഷബ്ന സിയ ചേരുന്നു ലീഗൽ ഡെസ്കിൽ നിന്ന്. ഷബ്ന, ഇത് നേരത്തെ ഒരു ഇടക്കാല ജാമ്യം ഉണ്ടായിരുന്നു. ആ ജാമ്യ കാലയളവിൽ ചില ഭീഷണിയൊക്കെ ഉണ്ടായിരുന്നെന്ന പരാതിയൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണോ ഇപ്പോൾ ജാമ്യം റദ്ദാക്കിയത്? തീർച്ചയായും ഈ മരണപ്പെട്ട യുവാവിൻ്റെ പിതാവ് നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതി ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചിട്ടുള്ളത്. ഈ സുശീൽ കുമാർ ജാമ്യത്തിലിറങ്ങിയ ശേഷം സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചു, അതോടൊപ്പം തന്നെ സാക്ഷികളെ ഭീഷണിപ്പെടുത്തി തുടങ്ങിയ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഇത് ചൂണ്ടിക്കാണിച്ചാണ് പിതാവ് സുപ്രീം കോടതിയെ സമീപിച്ചത്. കേസിൽ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രോസിക്യൂഷൻ സാക്ഷികളുടെ വിസ്താരം നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ സാക്ഷികളെ ഭീഷണിപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ അവരെ സ്വാധീനിക്കുകയും ചെയ്താൽ സത്യസന്ധമായ വിചാരണ നടക്കില്ല എന്ന പിതാവിൻ്റെ വാദം കണക്കിലെടുത്താണ് സുപ്രീം കോടതി ഇപ്പോൾ ജാമ്യം റദ്ദാക്കിയത്. ഒരാഴ്ചയ്ക്കുള്ളിൽ കീഴടങ്ങാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. 2021 സുശീൽ കുമാറിനെ അറസ്റ്റ് ചെയ്തിരുന്നത്. സ്റ്റേഡിയത്തിലെ തർക്കവുമായി ബന്ധപ്പെട്ട് ഈ യുവാവിനെ കൊലപ്പെടുത്തി എന്ന കേസിലാണ്. മറ്റ് കൂട്ടുപ്രതികളും ഇതോടൊപ്പം ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ അറസ്റ്റിനെ തുടർന്ന് ജയിലിലായ സുശീൽ കുമാറിന് നേരത്തെ ഹൈക്കോടതിയും അതോടൊപ്പം തന്നെ വിചാരണ കോടതിയും ജാമ്യം അനുവദിച്ചിരുന്നു. അതിനുശേഷം ഇത്തരത്തിലുള്ള ജാമ്യ വ്യവസ്ഥകളിലെ ലംഘനമുണ്ടായി എന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. ശരി ഷബ്ന.